ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് പോയി, അവിടെ നിന്ന് ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിച്ചത്. അപ്പോൾ UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഗൾഫിലായിരുന്നു. അപ്പോൾ UK നിന്ന് 3 ദിവസത്തേക്കാണ് ഈ ജോലി ലഭിച്ചത് ബന്ധപ്പെട്ട സർക്കാർ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് കൊടുത്ത് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോയെന്നാണ് വീട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ അറിയില്ല. പക്ഷേ വീട്ടിലെ അമ്മയും ആ കുട്ടിയുടെ മക്കളുമാണ് ഇവിടെ. മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കണം, കൊല്ലാട് SVHS മോള് OEM സ്കൂളിൽ 7ൽ 1ാം ക്ലാസ്സിൽ. അങ്ങനെ ഒരു അപകടം അത് സ്ഥിരീകരണം ആയിട്ടില്ല, ഔദ്യോഗികമായിട്ട് അറിയത്തില്ല. നമ്മൾ അറിഞ്ഞ ഓടിയായിട്ട് നമുക്ക് അറിയില്ല. അതിന് നമുക്കൊന്നും അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ രഞ്ജിത നായർ എന്ന് പറയുന്ന ഏത് കുട്ടിയാണ്, അച്ഛന്റെ പേര് മാത്രമേ ആദ്യം വന്നുള്ളൂ, ഗോപകുമാർ നായർ. അപ്പം ഞങ്ങളെല്ലാവരും ആ പടയുന്ന അങ്കലാപ്പില്ല. ഇതാരാ ഈ വാർത്ത ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് ഇങ്ങനെ മുട്ടുകോൺ സ്വദേശിയാണെന്നും പുല്ലാട് സ്വദേശിയാണെന്നും അറിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം എല്ലാ സുഹൃത്തുക്കളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് ഇവിടെ പോയതെന്നും ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞാൻ ഇതിനപ്പുറമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറോട് അപ്പോഴാണ് ഓടി ഞങ്ങൾ വന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നപ്പം ഇതുപോലെ തന്നെ നിങ്ങളും വരുന്നു. അപ്പം വന്നപ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് ഇത്രയും വലിയ അപകടമാണെന്നുള്ളത് നമ്മൾ TV കൂടെ കണ്ടു. സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് കിട്ടിയില്ലെങ്കിൽ, കാരണം ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം വളരെ വലിയ ഭയത്തിലാണ്. കളക്ടർ വഴി വില്ലേജ് ഓഫീസർക്ക് പ്രാഥമിക ഒരു വിവരം കിട്ടിയെന്ന് പറഞ്ഞു അപകടത്തിൽപ്പെട്ടു. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികൾ അടങ്ങുന്ന വീടാണ്, അമ്മയും കൊച്ചു കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ പ്രദേശത്ത് എല്ലാവരും ആകപ്പാടെ ഒന്ന് ഭയന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിജസ്ഥിതി അറിയാത്തതിന്റെ പേരിൽ ഒരു ഭയം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അപ്പോൾ അത് നല്ല വാർത്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്.